I am Bijoy Nair, former officer Food Corporation of India. എൻ്റെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് കർണാടക ഹൈക്കോർട്ട് അപ്ഹോൾഡ്സ് നോട്ട് ഫോർ പ്രോബ് അഗെയിൻസ്റ്റ് CM എന്ന് പറയുന്ന ന്യൂസ് ആണ്. ഇത് ഞാൻ മുമ്പ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ കർണാടകത്തിന്റെ. അപ്പൊ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യക്കെതിരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കർണാടകത്തിന്റെ ഗവർണർ ഈ ഇടയ്ക്ക് അനുവാദം കൊടുത്തു. ഗവർണറിന് അതിനുള്ള അധികാരമില്ല എന്നായിരുന്നു അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് വാദിച്ചത്. കാര്യം ആർട്ടിക്കിൾ 163 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഗവർണർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസിനാണ് പ്രവർത്തിക്കേണ്ടതെന്നാണ്. അപ്പൊ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കർണാടകത്തിലെ സിദ്ധരാമയ്യ നേതൃത്വം കൊടുക്കുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസ് അനുസരിച്ച് വേണം കർണാടകത്തിന്റെ ഗവർണർ ആക്ട് ചെയ്യാൻ. പക്ഷേ മുമ്പും കോടതി വിധികളുണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് തെറ്റാണെന്ന് ഗവർണർക്ക് തോന്നിയാൽ ഗവർണറിന്റെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് ഗവർണറിന് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കാമെന്ന് കോടതി വിധികൾ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവർണറിന്റെ തീരുമാനം കോടതി ഒരിക്കലും ഒപ്പോസ് ചെയ്യാൻ സാധ്യതയില്ല. കാര്യം ഇതിനെതിരെ സിദ്ധരാമയ്യ കർണാടക ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്തു. അപ്പം കർണാടക ഹൈക്കോർട്ട് എന്തായാലും ഈ ഒരു കാര്യത്തില് മറിച്ചൊരു തീരുമാനം എടുക്കാൻ, ഗവർണറിന്റെ ഡിസിഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് തീരുമാനം എടുക്കാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു അന്നേ ഈ വാർത്തകൾ വായിച്ചപ്പോൾ. അത് തന്നെ സംഭവിച്ചു. കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്ററിനെതിരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവർണർ കൊടുത്ത അനുമതിയെ അവർ അപ്ഹെൽഡ് ചെയ്തു കർണാടക ഹൈക്കോർട്ട്. ഇനി വേണമെങ്കിൽ സുപ്രീം കോടതി പോവാം ഈ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ. ഇത് വേറൊന്നുമല്ല, മൈസൂറിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 60 കോടി രൂപ വില വരുന്ന വസ്തു മൈസൂർ ഡെവലപ്മെന്റ് അതോറിറ്റി പതിച്ചു കൊടുത്തു. അത് അഴിമതിയാണെന്ന് ഉള്ളതാണ് ആരോപണം. അപ്പൊ ഇത് ഇത്രയും പഠിച്ചാൽ മതി, നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നീട് വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് സെലൻസ്കി മീറ്റ്സ് മോഡി ഇൻ US, എക്സ്പ്രസസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ എഫേർട്സ് ടുവേർഡ്സ് പീസ് എന്നൊരു ന്യൂസ്. നരേന്ദ്രമോദി കഴിഞ്ഞ 3 ദിവസമായിട്ട് US-ലായിരുന്നു. അദ്ദേഹം ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന്റെ പരിപാടി ക്വാഡ് മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു. ക്വാഡ്രിലാറ്ററൽ, അത് US-ഉം ഓസ്ട്രേലിയയും ഇന്ത്യയും ജപ്പാനും ചേർന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ്. അതിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം ജോയ് ബൈഡനുമായിട്ട്, അമേരിക്കയുടെ പ്രസിഡന്റുമായിട്ട് ബൈലാറ്ററൽ മീറ്റിംഗ് നടത്തി. അത് ഫസ്റ്റ് ഡേയില്. സെക്കൻഡ് ഡേയില് അദ്ദേഹം കുറെ ഡയസ്പോര ഇവന്റ്സ്, അതായത് ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അമേരിക്കയിലുണ്ടല്ലോ, അവരുടെ കുറെ ഇവന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. 3-ാം ദിവസം ഇന്നലെ അദ്ദേഹം UN ജനറൽ അസംബ്ലിയുടെ സമ്മിറ്റ് ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുത്തു. സമ്മിറ്റ് ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന UN ജനറൽ അസംബ്ലിയുടെ പരിപാടിയിൽ പങ്കെടുത്തു. അതിനുശേഷവും അദ്ദേഹം പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളിലെ ലീഡേഴ്സുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ സംസാരിച്ച ഒരു ലീഡറാണ് വൊളോഡിമിർ സെലൻസ്കി ആരാണ്? യുക്രൈന്റെ പ്രസിഡന്റ്. ഇപ്പം യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പീസ് ഇനിഷ്യേറ്റീവ്സിൽ ഇന്ത്യയുടെ ഭയങ്കര ഒരു ആക്റ്റീവ് ലീഡർഷിപ്പ് റോൾ ഉണ്ടെന്നൊക്കെയാണ് അൺകൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അൺകൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ. അത് ശരിയാണെങ്കിൽ സെലൻസ്കി ആയിട്ട് 3-ാമത്തെ മീറ്റിംഗ് ആണ് അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് നടത്തിയേക്കുന്നത്. കഴിഞ്ഞ മാസം മോദി യുക്രൈൻ പോയിട്ട് അവിടെ വെച്ച് സെലൻസ്കി ആയിട്ട് മീറ്റിംഗ് നടത്തിയായിരുന്നു. ഇന്നലെ ജനറൽ അസംബ്ലിയിൽ വെച്ച് മീറ്റിംഗ് നടത്തുന്നു. അങ്ങനെ അതിനെ കുറിച്ചാണ് ന്യൂസ്. അപ്പോൾ ഭാവിയിൽ എന്തായാലും റഷ്യയും യുക്രൈനും എന്നുള്ള യുദ്ധം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അതിൽ ഇന്ത്യ എന്തെങ്കിലുമൊക്കെ പങ്ക് വഹിക്കുമായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. കുറച്ച് ചുമയുടെ പ്രോബ്ലം ഉണ്ട്. ഓക്കെ. പിന്നെ SC കൺസിഡേഴ്സ് പ്ലീസ് ഓൺ സബ് കോട്ട ക്ലാസിഫിക്കേഷൻ എന്നൊരു ന്യൂസ് കാണാം. ഈ ഇടയ്ക്ക് ഞാനിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റീസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് അപ്രൂവ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് പ്രസിഡൻഷ്യൽ ലിസ്റ്റ് ആയിട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത്. SC ST കമ്മ്യൂണിറ്റീസിന് നമ്മളുടെ പിന്നീട് SC ST കമ്മ്യൂണിറ്റീസ് ആരൊക്കെയാണ് തീരുമാനിക്കുന്നത്? എല്ലാം ഇന്ത്യൻ പാർലമെന്റ് ആണ്, അത് പ്രസിഡന്റ് ആണ് അപ്രൂവ് ചെയ്ത ലിസ്റ്റ് പുറത്തിറക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റുകൾക്ക് ഈ ഒരു ലിസ്റ്റിൽ എന്തെങ്കിലും ടിങ്കറിങ് ചെയ്യാനുള്ള യാതൊരു അധികാരവും ഇല്ല എന്നായിരുന്നു ഇത്രയും കാലവും ചിന്തിച്ചിരുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചു. സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റീസ് ആർ പോസിബിൾ and each and every states in India can do that for ensuring social justice. In scheduled caste communities itself, there are very backward communities, and some scheduled communities are
actually upwardly mobile as compared to the as compared to the backward communities in the SC group. അപ്പോൾ ഷെഡ്യൂൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഹോമോജനസ് ഗ്രൂപ്പ് ആയിട്ട് എടുത്താണ് ഇപ്പോൾ റിസർവേഷൻ കൊടുത്തുകൊണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ഹോമോജനസ് ഗ്രൂപ്പ്, ഇറ്റ് ഈസ് എ ഹെട്രോജനസ് ഗ്രൂപ്പ്. ദർ ആർ മെനി ഷെഡ്യൂൾ കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ ആൻഡ് ഔട്ട് ഓഫ് ദം സം ഷെഡ്യൂൾ കമ്മ്യൂണിറ്റീസ് ആർ അപ്വേർഡ്ലി മൊബൈൽ ആൻഡ് സം ആർ നോട്ട് അപ് ടു ദ മാർക്ക് ഇൻ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പൊ അതുകൊണ്ട് ഈ റിസർവേഷൻ എന്ന് പറയുന്നത് സബ് കാറ്റഗറൈസേഷൻ വഴി കൊടുക്കണം. അതായത് അതിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് റിസർവേഷൻ കുറച്ചിട്ട് അല്ല അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് റിസർവേഷൻ കൂട്ടി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ കോൺസെപ്റ്റ്. അപ്പൊ അതിനെതിരെ ആ സുപ്രീം കോടതി വിധിക്കെതിരെ റിവ്യൂ പെറ്റീഷൻ, ഒരു സുപ്രീം കോടതിയാണ് വിധി പറയുന്നതെങ്കിൽ പോലും സുപ്രീം കോടതിക്ക് മുകളിൽ വേറെ കോടതി ഇല്ലാത്തതുകൊണ്ട് റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ പറ്റും. ആ റിവ്യൂ പെറ്റീഷൻ കൊടുത്തേക്കാണ്. അതുപോലെ അത് കുറച്ച് സംഘടനകൾ, അതുപോലെ തന്നെ സബ് കാറ്റഗറൈസേഷന് പുറമെ ക്രീമി ലെയർ സംവിധാനം കൂടെ ഈ പറഞ്ഞ SC കമ്മ്യൂണിറ്റിക്ക് കൊണ്ടുവരണമെന്നും അന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ക്രീമി ലെയർ സംവിധാനം നമുക്കറിയാം. OBC റിസർവേഷൻ OBCയിലെ പണക്കാരന് കിട്ടുമോ? ഇല്ല. OBCയിലെ പാവപ്പെട്ടവനെ OBC റിസർവേഷൻ കിട്ടുള്ളൂ. പക്ഷേ SC റിസർവേഷൻ SCയിലെ പണക്കാരനും കിട്ടും. ബിക്കോസ് ദർ ഈസ് നോ ക്രീമി ലെയർ ക്രൈറ്റീരിയ ഇൻ ഷെഡ്യൂൾ കാസ്റ്റ് റിസർവേഷൻ ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് റിസർവേഷൻ. അപ്പം അതിനെക്കുറിച്ചും കോടതിയുടെ പരാമർശമുണ്ട്. ഈ രണ്ടിനും എതിരെ ആ രണ്ട് ജഡ്ജ്മെന്റുകൾക്ക് എതിരെ റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. അത് ആ റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കാൻ പോയാണ് സുപ്രീം കോടതി. അതിനെക്കുറിച്ചാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോ ആവശ്യമുള്ള ന്യൂസുകൾ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. വി വാണ്ട് ആൻസേഴ്സ്. അപെക്സ് കോർട്ട് സീക്സ് റിപ്പോർട്ട് ഓൺ സ്റ്റബിൾ ബേണിംഗ് ഫ്രം പാനൽ ഓൺ എയർ ക്വാളിറ്റി. ഞാൻ നിങ്ങളുടെ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഇന്ത്യയിലെ എയർ പൊല്യൂഷൻ, എസ്പെഷ്യലി ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹിയാണ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസ് ഇൻ ദ വേൾഡ്. വൺ പ്രോബ്ലം വിച്ച് ഈസ് പ്രൊമോട്ടിംഗ് ദ air pollution in Delhi is stubble burning in the adjacent states of Haryana and Punjab. Both are very big agrarian states and farmers used to burn their stubbles after the cultivation. അത് ഇപ്പോഴും ഡൽഹിയിൽ ഹരിയാനയിലൊക്കെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അത് ഡൽഹിയിലെ പൊല്യൂഷന് ഭയങ്കര കാരണമാകുന്നുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യണമെന്ന് സുപ്രീം കോടതിയുടെ ഓൾറെഡി ഡയറക്ഷൻസ് ഉണ്ട് പഞ്ചാബ് ഹരിയാന സ്റ്റേറ്റുകൾക്ക്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നടപടികളെ കുറിച്ച് ഇന്ത്യയിലെ എയർ ക്വാളിറ്റിയുടെ പാനൽ, അതായത് CAQM എന്നാണ് അറിയപ്പെടുന്ന കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റിനോട് അതിന്റെ നടപടികൾ ആവശ്യപ്പെട്ടേക്കാണ് സുപ്രീം കോടതി. അതിനെ കുറിച്ചൊരു ന്യൂസും കാണാം. പിന്നെ അത്രയാണ് ഫ്രണ്ട് പേജിൽ വേണ്ടത്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ജാർഖണ്ഡിലെ അസംബ്ലി ഇലക്ഷൻ കറക്റ്റ് സമയത്ത് നടത്തും എന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ജാർഖണ്ഡ് ആൻഡ് Maharashtra is going to the polls after the conduct of Jammu and Kashmir and Haryana elections. Jammu and Kashmir and Haryana elections will be completed by October 1st. And after that, in November, there will be elections for Maharashtra and Jharkhand assemblies. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജാർഖണ്ഡ് ഇലക്ഷനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഇതാണ് രാജീവ് കുമാർ. പിന്നെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. അവരുടെ പേരും കൂടെ പഠിച്ചു വെച്ചോ. ഗ്യാനേഷ് കുമാർ ആൻഡ് SS സന്ധു. ഗ്യാനേഷ് കുമാർ ആൻഡ് SS സന്ധു. മൊത്തം 3 പേര് ചേർന്നാണ് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ ഗ്യാനേഷ് കുമാർ എന്ന് പറയുന്ന ആള് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണറാണ്. SS സന്ധു എന്ന് പറയുന്നതും ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണറാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. ഈ 3 പേരും ചേർന്നാണ് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ. പിന്നീട് അശ്വനി വൈഷ്ണവ്, ഇന്ത്യയുടെ റെയിൽവേ മിനിസ്റ്ററിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ആരാണ് ഇന്ത്യയുടെ റെയിൽവേ മിനിസ്റ്റർ? അശ്വനി വൈഷ്ണവ്. പിന്നെ താഴോട്ട് വരുമ്പോ സിദ്ധി വിനായക് ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കാണാം. ഇതൊരു ഫേമസ് ടെമ്പിൾ ആണ്. എവിടെയാണ് നടന്നിരിക്കണം? സിദ്ധി വിനായക് ടെമ്പിൾ ഈസ് ഇൻ മുംബൈ. സെലിബ്രിറ്റീസ് ഒക്കെ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ഒരു മഹാരാഷ്ട്രയിലെ മുംബൈയിലെ ഏറ്റവും ഫേമസ് ടെമ്പിൾ ആണ് സിദ്ധി വിനായക് ടെമ്പിൾ എന്ന് പറയുന്നത്. പിന്നീട് താഴോട്ട് വരുമ്പോ ബാക്കി ന്യൂസ് താഴെയുള്ള MK സ്റ്റാലിൻ തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ സ്റ്റേറ്റ്മെന്റ് ആക്കാണ് അവിടെ. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ MSPയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ്. MSPയുടെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. മിനിമം സപ്പോർട്ട് പ്രൈസ്. ഇന്ത്യയിലെ ഫാമേഴ്സിന് അവരുടെ ഫാം പ്രൊഡ്യൂസിന് ന്യായവില കിട്ടുന്നു എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംവിധാനമാണ് MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്. പാഡിക്കും വീറ്റിനും ഷുഗർ കെയിനും മെയ്സിനും എല്ലാത്തിനും ഗ്രൗണ്ട് നട്ടിനും കോക്കനട്ടിനും ഒക്കെ ഉണ്ട് ഈ പറഞ്ഞ MSP, മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. അത് തീരുമാനിക്കുന്നത് CACP ആണ്. CACP എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസിംഗ്. CACP
they are actually recommending MSP for each and every agricultural produce, and the recommendation will go to CCEA, Cabinet Committee on Economic Affairs, under the chairmanship of Prime Minister. CCEA, Cabinet Committee on Economic Affairs, under the chairmanship of Prime Minister, will check the recommendation, will consider the recommendation from CACP, Commission for Agriculture Cost and Pricing, and after that they will publish the MSP, minimum support price of farm produce produced in the Rabi and Kharif seasons. Okay, Rabi season and Kharif season ആണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ സീസൺസ് എന്ന് പറയുന്നത്. റാബി സീസൺ ആൻഡ് ഖാരിഫ് സീസൺ. പിന്നെ ഓക്കെ, ഇത്രയാണ് ഈ പേജിലുള്ളത്. ബാക്കി അടുത്ത പേജുകളിൽ ഇനി എഡിറ്റോറിയൽ പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് എഡിറ്റോറിയൽ വിസിറ്റ് റാപ്പപ്പ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ വിസിറ്റ് റാപ്പപ്പ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ നരേന്ദ്രമോദിയുടെ US വിസിറ്റിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ മീറ്റിങ്ങിനെ 3ആയിട്ട് തിരിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു അത് തന്നെയാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ഡേ വാസ് ഡെഡിക്കേറ്റഡ് ഫോർ ക്വാഡ് മീറ്റിംഗ് ആൻഡ് ഓൾസോ ഫോർ ബൈലാറ്ററൽ മീറ്റിംഗ് വിത്ത് ജോയ് ബൈഡൻ, അമേരിക്കാസ് പ്രസിഡന്റ്. സെക്കൻഡ് ഡേ എന്തിനായിരുന്നു എന്ന് വെച്ചാല് ബിസിനസ് ലീഡേഴ്സുമായിട്ടും ഇന്ത്യയിലെ ഡയസ്പോരയുമായിട്ടുള്ള മീറ്റിംഗിനാണ് സെക്കൻഡ് ഡേ ഡെഡിക്കേറ്റഡ്. തേർഡ് ഡേ വാസ് ഫോർ UN ജനറൽ അസംബ്ലി മീറ്റിംഗ്. UN ജനറൽ അസംബ്ലിയുടെ സമ്മിറ്റ് ഫോർ ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതായിരുന്നു 3ാമത്തെ ദിവസത്തെ അദ്ദേഹത്തിന്റെ പരിപാടി. അതിനുശേഷം അദ്ദേഹം ചില വേൾഡ് ലീഡേഴ്സുമായിട്ട് മീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ എന്തായാലും ഇത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വിസിറ്റ് ആയിരുന്നു ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ 3-day വിസിറ്റ് ടു US എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 2 ക്വാഡ് ലീഡേഴ്സ് റിട്ടയർ ചെയ്യാൻ പോയാണ് പൊളിറ്റിക്സിൽ നിന്ന്. ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോയ് ബൈഡൻ, he is retiring in November. After that, he is not going to contest American president elections once again. അപ്പം അത് ഓൾറെഡി ഹീസ് വെരി ഏജ്ഡ്, ഹീസ് മോർ ദാൻ 83 years old. അപ്പം അദ്ദേഹം ഇനി പൊളിറ്റിക്സിൽ കാണത്തില്ല. അതുപോലെ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ഫുമിയോ കിഷിദ, ജപ്പാന്റെ പ്രൈം മിനിസ്റ്ററാണ് ഫുമിയോ കിഷിദ. ഇവര് 2 പേരും ക്വാഡ് ലീഡേഴ്സ് ആയിട്ട് ഇനി കാണുന്നില്ല. പകരം ആൾക്കാർ വേറെ വരും. അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേറൊരാൾ വരും, ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ സ്ഥാനത്തേക്ക് വേറൊരാൾ വരും. അപ്പൊ ഇതൊരു ഫെയർവെൽ മീറ്റിംഗ് കൂടിയായിരുന്നു അവർക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ക്വാഡ് സമ്മിറ്റിന്റെ എൻഡിലുള്ള ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് വാസ് വെരി എന്താ പറയുക, ഷാർപ്പ് സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഷാർപ്പായിരുന്നു. എഗെയിൻസ്റ്റ് ചൈനയുടെ അഗ്രഷൻസ് ഇൻ സൗത്ത് ചൈന സീ. സൗത്ത് ചൈന സീയിൽ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന അഗ്രഷൻസ്, അതിനെ വളരെ ഷാർപ്പായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റും അവര് അവിടെ ഇറക്കി. എന്നിട്ട് ചൈനയ്ക്ക് തന്നെ ഇഷ്ടപ്പെടാത്ത 1-2 കാര്യങ്ങൾ അതിൽ തീരുമാനിച്ചു. ഒന്ന്, ക്വാഡ് അറ്റ് സീ ഷിപ്പ് ഒബ്സർവർ മിഷൻ. ഞാനിത് കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞാണത്. ക്വാഡ് അറ്റ് സീ ഷിപ്പ് ഒബ്സർവർ മിഷൻ അത് ഒരു മാരിടൈം എക്സർസൈസ് ആണ്. ഈ ക്വാഡ് നേഷൻസിന്റെ നേതൃത്വത്തിൽ 2025 നടക്കാൻ പോകുന്ന ഒരു മാരിടൈം എക്സർസൈസ് ആണ് ക്വാഡ് അറ്റ് സീ ഷിപ്പ് ഒബ്സർവർ മിഷൻ. അതിന് പുറമെ ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് അല്ല, ഇന്ത്യയുടെ നേതൃത്വത്തിൽ അത് ഫസ്റ്റ് നടക്കാൻ പോണ മൈത്രി എന്ന് പറഞ്ഞൊരു സംഭവം, അതും ചൈനയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് അഗെയിൻ അനദർ മാരിടൈം ഇനിഷ്യേറ്റീവ് ആണ്. മൈത്രിയുടെ എക്സ്പാൻഷൻ ഇന്നലെ പറഞ്ഞായിരുന്നു. മാരിടൈം ഇനിഷ്യേറ്റീവ് ഫോർ ട്രെയിനിങ് ഇൻ ദ ഇൻഡോ പസഫിക്, മാരിടൈം ഇനിഷ്യേറ്റീവ് ഫോർ ട്രെയിനിങ് ഇൻ ദ ഇൻഡോ പസഫിക് എന്നൊരു സംഭവം നടക്കുന്നു. അതുപോലെ ഒരു മാരിടൈം ലീഗൽ ഡയലോഗ്, അതായത് സമുദ്രത്തിൽ ഓരോ രാജ്യവും എങ്ങനെ കണ്ടക്ട് ചെയ്യണം, മറ്റ് രാജ്യങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു മാരിടൈം ലീഗൽ ഡയലോഗ്, അതും ചൈനയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം. സൗത്ത് ചൈന സീൽ ചൈന ഇതെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഈ റൂൾസും എല്ലാം. അപ്പോ എന്ന് കരുതി ഈ മറ്റുള്ള ക്വാഡ് രാജ്യങ്ങളുടെ മിലിറ്ററീസിനൊപ്പം ചേർന്ന് ചില കാര്യങ്ങളൊക്കെ ഈ ഇൻഡോ പസഫിക് മേഖലയിൽ ചെയ്യാനുള്ള കാര്യത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. കാര്യം അത് ചൈനക്കെതിരെയുള്ള ഒരു ഗ്രൂപ്പിംഗ് പോലെ തോന്നിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കണം. ഇന്ത്യയുടെ പ്രസിഡൻസിയാണ് ക്വാഡിൽ നെക്സ്റ്റ് ഇയറിൽ. അപ്പം ഈ വർഷം യഥാർത്ഥ ഇന്ത്യയുടെ പ്രസിഡൻസി ആയിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ വെച്ചായിരുന്നു ക്വാഡ് മീറ്റിംഗ് നടക്കേണ്ടത്. ബട്ട് ബിക്കോസ് ഓഫ് US presidential election, US president was not able to travel to India for this quad meeting. That's why US proposed to India that they will conduct the quad meeting this year, and next year is America's turn that they will സ്വാപ്പ് വിത്ത് ഇന്ത്യ ആയിട്ട് സ്വാപ്പ് ചെയ്തു. അതാണ് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് അടുത്ത വർഷം ഇന്ത്യക്ക് പ്രസിഡൻസി ആയത്. അപ്പം ഈ ക്വാഡ് കൺട്രീസിന്റെ വേറൊരു വളരെ മികച്ച ഒരു തീരുമാനം ക്യാൻസർ മൂൺഷോട്ട് എന്നുള്ള പരിപാടി. ഇന്നലെ ഞാൻ പറഞ്ഞാണ്, സെർവിക്കൽ ക്യാൻസർ ലോകത്തിലെ സ്ത്രീകളുടെ മരണത്തിന് കാരണമാകുന്ന 2ാമത്തെ പ്രധാനപ്പെട്ട ക്യാൻസർ. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ
കമ്പനിയായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വാക്സിൻ ഈ കോർഡിനേഷൻസിലെല്ലാം സപ്ലൈ ചെയ്യും ത്രൂ ഗവി. ഗവി എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ഗവി കോഡും ഗവിയും ചേർന്നാണ് നടപ്പാക്കുന്നത്. ഗവി ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. പിന്നെ അതല്ലാതെ US-ഉമായിട്ട് ഇന്ത്യ കുറെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പുകളും മിലിറ്ററി പാർട്ണർഷിപ്പും ഒക്കെ തീരുമാനിച്ചു. അവിടുന്ന് പ്രെഡേറ്റർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും കിടിലം ഡ്രോൺസ് ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സിഖ് കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഒരു കല്ലുകടിയായിട്ട് നിൽക്കുന്നുണ്ട്. കാര്യം ഗുർബന്ത് സിംഗ് പന്നുൻ എന്ന് പറയുന്ന സിഖ് തീവ്രവാദിയെ ഇന്ത്യക്കാർ അവിടെ വെച്ച് കില്ല് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിന് അഗേൻസ്റ്റ് ആയിട്ട് അവിടുത്തെ ഒരു കോർട്ട് സമ്മണിംഗ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പം അത് മാത്രമാണ് ഇതിലൊരു കല്ലുകടി എന്ന് പറയുന്നത്. പിന്നെ മോഡി യുക്രൈനിയൻ പ്രസിഡന്റായ വൊളോഡിമിർ സെലൻസ്കിയെ ഉൾപ്പെടെ ലോകത്തിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സുമായിട്ടൊക്കെ അദ്ദേഹം അവിടെ മീറ്റിംഗ് നടത്തി. വേറൊരു വാർ നടത്തുകൊണ്ടിരിക്കുന്ന പ്രദേശമായ ഗാസ ഉണ്ടല്ലോ, ഗാസ ഉൾപ്പെടുന്ന പാലസ്റ്റീനിയൻ അതോറിറ്റിയുടെ പ്രസിഡന്റായ മെഹമ്മൂദ് അബ്ബാസുമായിട്ട് അദ്ദേഹം അവിടെ മീറ്റിംഗ് നടത്തിയായിരുന്നു. അത് പക്ഷേ ഇത് പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇന്നലെ ഹിന്ദു പത്രത്തിൽ കണ്ട ഒരു ന്യൂസാണ്, അത് ഇത് പറയുന്നില്ല. അപ്പൊ എന്തായാലും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ഒരു മീഡിയേറ്റർ റോളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ വൊളോഡിമിർ സെലൻസ്കി ആയിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നടത്തിയ മീറ്റിംഗ് വളരെ പ്രതീക്ഷാ നിർഭരമാണ്. ഒരു പീസ് സമ്മിറ്റ് ഒരുപക്ഷെ ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്നേക്കാം റഷ്യ യുക്രൈൻ വാർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഇന്ത്യ പതുക്കെ ഡെവലപ്പിംഗ് നേഷൻസിന്റെ ഗ്രൂപ്പായ ഗ്ലോബൽ സൗത്ത് നേഷൻസിന്റെ ഗ്രൂപ്പിന്റെ ഒരു ലീഡറായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചറിലും അദ്ദേഹം നരേന്ദ്രമോദി ഇന്ത്യയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പോയിന്റ്സും വളരെ അസർട്ടീവായിട്ട് അദ്ദേഹം അവിടെ സംസാരിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ പറയുന്നത്. ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. അപ്പൊ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം പറഞ്ഞേക്കും. ഈ സെക്കൻഡ് എഡിറ്റോറിയൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. സെക്കൻഡ് എഡിറ്റോറിയൽ പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. സെക്ഷൽ ഒഫൻസസ് അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വളരെ ശക്തമായ ഒരു നിയമമാണ് ഇന്ത്യയിൽ പോക്സോ ആക്ട് എന്ന് പറയുന്നത്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. പക്ഷെ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് വന്നപ്പോൾ ചില കൺഫ്യൂഷൻസ് വന്നു. ആ കൺഫ്യൂഷന്റെ ബേസിൽ മദ്രാസ് ഹൈക്കോർട്ട് തെറ്റായിട്ടുള്ള തീരുമാനമെടുത്തു. അതായത് ഒരു വ്യക്തി, ഒരു കേസിലാണ് ആ തീരുമാനം വന്നത്. ഒരു കേസ് വന്നെന്ന് വെച്ചാല് ഒരു വ്യക്തിക്കെതിരെ ഒരാള് ഒരു ചൈൽഡ് പോർണോഗ്രാഫിക് കണ്ടന്റ് ഡൗൺലോഡ് ചെയ്തു, ഒരു പക്ഷെ വ്യൂ ചെയ്ത് കാണും. അപ്പോ അയാൾക്കെതിരെ പോക്സോ കേസ് ചുമത്തി അയാളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോൾ ഈ അറസ്റ്റിനെതിരെ അയാൾ കോടതിയെ സമീപിച്ചു. മദ്രാസ് ഹൈക്കോർട്ടിന്റെ വിധി വന്നു, ഈ ജസ്റ്റ് മിയർ ഡൗൺലോഡിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് പോർണോഗ്രാഫിക് കണ്ടന്റ് ഇൻവോൾവിംഗ് ചിൽഡ്രൻ വോണ്ട് അട്രാക്ട് പ്രൊവിഷൻസ് ഓഫ് പോക്സോ ആക്ട് എന്നാണ് അവരുടെ വിധി വന്നത്. അപ്പോൾ പോക്സോ ആക്ട് ചുമത്താൻ പറ്റൂല ഒരാൾ ഇത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ജസ്റ്റ് വാച്ച് ചെയ്തുകൊണ്ട് മാത്രം. കാര്യം ഹീസ് നോട്ട് പ്രൊപ്പഗേറ്റിംഗ് ദാറ്റ് കണ്ടന്റ് ത്രൂ ദ ഡിജിറ്റൽ വേൾഡ്. അപ്പോൾ എന്നാണ് ഒരു വിധി വന്നത്. പക്ഷേ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉറപ്പായിട്ടും സംഘടനകളോ വ്യക്തികളോ ഒക്കെ അപ്പീൽ പോകും സുപ്രീം കോടതിയിൽ. അങ്ങനെ അപ്പീൽ പോയി. അപ്പോ അപ്പീൽ പോയപ്പോ സുപ്രീം കോടതി യാതൊരു വിധത്തിലുള്ള ഹെസിറ്റേഷനും ഇല്ലാതെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു, കുട്ടികളുടെ പോർണോഗ്രാഫിക് കണ്ടന്റ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഒരു മൊമെന്റിൽ ചിലപ്പോൾ നോക്കിയാൽ അത് പ്രശ്നമല്ല, അവർ പറയുന്നുണ്ട്. അതായത് നമ്മൾ ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ പോൺ സൈറ്റുകളൊക്കെ എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഒരു പക്ഷേ. അപ്പൊ നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ ഒരു പോർണോഗ്രാഫിക് കണ്ടന്റ് നമ്മൾ അറിയാതെ ചിലപ്പോൾ അത് കയറി ക്ലിക്ക് ചെയ്യും, ചിലപ്പോൾ നമ്മൾ അത് അറിയാതെ. അങ്ങനെ ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഈ സെർച്ച് ഹിസ്റ്ററിയും വാച്ച് ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോൾ അത് എക്സ്പെർട്ട് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ആ കേസിൽ കേസെടുക്കുമെന്നല്ല പറഞ്ഞത്. അപ്പോഴേ അത് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതോറിറ്റീസിനെ അറിയിക്കുകയോ ചെയ്യണം ഇത് കാണുന്നവൻ. അതല്ലാതെ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുകയോ അല്ലെങ്കിൽ ഇത് വ്യൂ ചെയ്തതായിട്ടുള്ള തെളിവ് കിട്ടിയാൽ അവർക്കെതിരെ പോക്സോ കേസും ഇന്ത്യൻ IT ആക്ടിലെയും പ്രൊവിഷൻ. IT ആക്ടിൽ ഈ കുട്ടികളുടെ പോർണോഗ്രാഫിക് കണ്ടന്റ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതിന്റെ അണ്ടറിൽ അവർക്കെതിരെ കേസ് എടുക്കാം. അപ്പോൾ വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള കേസായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ അതിന് ശക്തമായ നിയമങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ഈ IT ആക്ടിന്റെ സെക്ഷൻ 67B ഡീൽ ചെയ്യുന്നതിനെ കുറിച്ചാണ്. പോക്സോ ആക്ടിന്റെ സെക്ഷൻ 15 ഡീൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പോർണോഗ്രാഫിക് കണ്ടന്റ് ഇന്റർനെറ്റ് വഴി നമ്മൾ പരതുന്നതും ഒക്കെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് സ്റ്റോർ ചെയ്യുന്നതിന്റെയൊക്കെ എതിരെയുള്ള നടപടികൾ എടുക്കാനാണ്. അപ്പൊ ഈ രണ്ടിന്റെയും ബേസിലായിരിക്കും അത്തരത്തിലുള്ള കേസുകൾ ആൾക്കാർക്കെതിരെ
ചാർജ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, മദ്രാസ് ഹൈക്കോർട്ട് മറ്റേ ആൾക്കെതിരെയുള്ള കേസ് റദ്ദാക്കിയിരുന്നു. കാര്യം ഇത് തെറ്റാണെന്ന് പറഞ്ഞു. കാര്യം അയാൾ ഇത് സ്റ്റോർ ചെയ്തതേ ഉള്ളൂ, അല്ലെങ്കിൽ അയാൾ ഇത് ഡൗൺലോഡ് ചെയ്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ സുപ്രീം കോടതി ആ കേസ് വീണ്ടും പുനഃസ്ഥാപിച്ചു. കാര്യം അയാൾ ചെയ്തത് തെറ്റാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ചൈൽഡ് പോർണോഗ്രഫി എന്നുള്ള വാക്ക് പോലും പോക്സോ ആക്ടിന്റെ അകത്ത് ചൈൽഡ് പോർണോഗ്രഫി എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. ആ വാക്ക് ഇവിടെ ആപ്റ്റ് അല്ല. അതുകൊണ്ട് ആ വാക്ക് യൂസ് ചെയ്യരുത്. പകരം ഇങ്ങനെ യൂസ് ചെയ്യണം: ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റീവ് ആൻഡ് അബ്യൂസ് മെറ്റീരിയൽ. ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അബ്യൂസ് മെറ്റീരിയൽ എന്ന് സീം എന്ന് പറയുന്ന രീതിയിലേക്ക് അത് മാറ്റണം എന്ന്. അതിനു വേണ്ടിയിട്ട് പോക്സോ ആക്ടിന്റെ അകത്തൊരു അമെന്റ്മെന്റ് സെൻട്രൽ ഗവൺമെന്റ് ത്രൂ പാർലമെന്റ് കൊണ്ടുവരണം എന്നും എല്ലാം സുപ്രീം കോടതി ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് ഇവിടെ പെട്ടെന്ന് 1-2 ആർട്ടിക്കിൾസ് നോക്കാൻ പറ്റുന്നത്, ഇത് ആക്ച്വലി എ ബ്രേക്ക് ഫ്രം ദ പാസ്റ്റ്, എ ന്യൂ ബിഗിനിങ് ഇൻ ശ്രീലങ്ക എന്ന് പറയുന്ന ഈ ആർട്ടിക്കിൾ യഥാർത്ഥത്തില് നമുക്ക് വേണ്ട ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. പക്ഷെ അതിന്റെ കണ്ടന്റ് ഞാൻ എടുത്തിട്ട് വായിച്ചു നോക്കിയപ്പോൾ നമുക്ക് അത്രയ്ക്കൊന്നും അത് വേണ്ട. കാരണം ഇതിൽ ഫോക്കസ് ചെയ്തേക്കുന്നത് ശ്രീലങ്കയിൽ ഇലക്ഷനെ കുറിച്ചാണ്, ശ്രീലങ്കയിൽ ഇലക്ഷന്റെ ഔട്ട്കമ്മിനെ കുറിച്ചാണ്. ശ്രീലങ്കയുടെ ഇലക്ഷന്റെ ഔട്ട്കം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അനുര കുമാര ദിസനായകെ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് മാറി. അനുര കുമാര ദിസനായകെ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് ലീഡർ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഒറിജിൻസ് ഉള്ള ലെഫ്റ്റിസ്റ്റ് ലീഡർ, അദ്ദേഹം ശ്രീലങ്കയുടെ പ്രസിഡന്റായിട്ട് മാറി. എന്തുകൊണ്ട് അദ്ദേഹം ശ്രീലങ്കയിൽ അധികാരത്തിൽ വന്നെന്നും ശ്രീലങ്കയുടെ രാഷ്ട്രീയ ഘടനയിൽ എന്ത് മാറ്റമാണ് അത് വരുത്താൻ പോകുന്നതെന്നും ശ്രീലങ്കയിൽ എല്ലാ മേഖലയിലും കടന്നുകൂടിയിരിക്കുന്ന കറപ്ഷനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ അത് എത്രത്തോളം സഹായിക്കുമെന്നും, ശ്രീലങ്കയിൽ ഭയങ്കരമായിട്ടുള്ള എക്കണോമിക് ക്രൈസിസ് റീസെന്റ് ഉണ്ടായ രാജ്യമാണ്. ഗ്രാജുവലി ദേ ആർ കമ്മിങ് ഔട്ട് ഓഫ് ദാറ്റ് ക്രൈസിസ് ആൻഡ് ദിസ് കമ്മ്യൂണിസ്റ്റ് ലീഡർ ഹൗ ഹി ഈസ് ഗോയിങ് ടു ഹാൻഡിൽ ദിസ് ക്രൈസിസ് ഇൻ എ ബെറ്റർ മാനർ ആൻഡ് ഹൗ ഹി ഈസ് ഗോയിങ് ടു മേക്ക് ദ ലൈഫ് ഓഫ് ശ്രീലങ്കൻ പീപ്പിൾ ബെറ്റർ എന്നൊക്കെയാണ് എൻ്റെ അത് ഡിസ്കസ് ചെയ്തേക്കുന്നത്. പക്ഷെ അത് ശ്രീലങ്കയുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. നമുക്ക് ആഭ്യന്തര കാര്യങ്ങളിൽ വലിയ കാര്യമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയിരുന്നത് ഈ ആർട്ടിക്കിള് ഇങ്ങനെയായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഒരു ആർട്ടിക്കിളും വരുമായിരിക്കും. ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റിന്റെ, ശ്രീലങ്കയുടെ പുതിയ ഭരണക്രമത്തിന്റെ അണ്ടറിൽ എങ്ങനെയായിരിക്കും എന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴേ നമുക്കത് വലിയ ആവശ്യം വരുന്നത്. അതൊരു ഇന്റർനാഷണൽ റിലേഷൻ IR-ന്റെ കാര്യമായിട്ട് അത് മാറും. അപ്പം അങ്ങനെ ഒരു IR പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഈ അനുരാഗ് കുമാര ദിസനായകയുടെ പാർട്ടി, ആ പാർട്ടിയുടെ പേര് JVP എന്നാണ്, ജനതാ വിമുക്തി പെരുമുന. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട. അവിടുത്തെ ഒരു പാർട്ടി, ആ പാർട്ടി കൂടെ ഉൾപ്പെടുന്ന NPP എന്ന് പറഞ്ഞൊരു മുന്നണി, നാഷണൽ പീപ്പിൾസ് പവർ ആണ് ഇപ്പൊ അധികാരത്തിൽ വന്നത്. അത് അവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ ക്ലാൻസ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ്, ഗാന്ധി ഫാമിലി എന്ന് പറയുന്ന പോലെ ശ്രീലങ്കയില് രാജപക്സ എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ട്. മഹിന്ദ രാജപക്സ, ഗോതബായ രാജപക്സ, അങ്ങനെ കുറെ രാജപക്സമാരുടെ ഫാമിലി. അതുപോലെ പ്രേമദാസ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ലീഡേഴ്സ് ഉണ്ടായിരുന്നു, ശ്രീലങ്കയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി. അതുപോലെ സിരിമാവോ ബെണ്ടാര നായകെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോകത്തിലെ ആദ്യത്തെ വുമൻ ഭരണാധികാരി, ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ആയിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ വുമൻ ഭരണാധികാരിയായിരുന്നു സിരിമാവോ ബെണ്ടാര നായകെ. അവരുടെ ഫാമിലിക്ക് ഉൾപ്പെട്ട ഒരു രാഷ്ട്രീയ ഓർഡർ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ചന്ദ്രിക കുമാരതുംഗ അവരുടെ മോള് പ്രസിഡന്റായി മാറുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ ക്ലാനുകളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പുതിയ പാർട്ടി, ഈ ലെഫ്റ്റിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വരുന്നത്. അപ്പൊ ജനങ്ങൾ അവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ശ്രീലങ്കയുടെ ആഭ്യന്തര രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് വലിയ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചേക്ക്. കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല അത് വായിക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഒരു കോംപ്രിഹെൻഷൻ പോയിന്റ് ഓഫ് വ്യൂലോ വൊക്കാബുലറി പോയിന്റ് ഓഫ് വ്യൂലോ ഒക്കെ ഇതൊക്കെ വായിക്കണം. ഓക്കെ, ഇനി അടുത്ത പേജിൽ എന്നുള്ള ആർട്ടിക്കിൾസ് ഒന്നും നമുക്ക് കൂടുതൽ ഡിസ്കസ്. ഗുഗേഷിനെയും അർജുൻ എരിഗാസിയെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ഇവിടെ ഉണ്ട്. അവര് ഇപ്പൊ ചെസ് ഒളിമ്പ്യാഡിൽ ഗോൾഡ് മെഡൽ ഒക്കെ വിൻ ചെയ്ത ആൾക്കാരാണ്. പിന്നെ ഇവിടേക്ക് പോകുമ്പോൾ വൈ ദ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് വാസ് ഇൻവാലിഡേറ്റഡ് എന്ന് പറയുന്ന ഒരു ന്യൂസ് കാണാം. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് മിനിഞ്ഞാന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. മിനിഞ്ഞാന്നോ ഇന്നലെയും കണ്ട ഹിന്ദുവിൽ എഡിറ്റോറിയൽസ് ഉണ്ടായിരുന്നു ഇതിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ വായിക്കേണ്ട ആവശ്യമില്ല. ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി IT റൂൾസ് 2021 ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ IT റൂൾസ് 2021 ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. ആ അമെന്റ്മെന്റ് 2023 അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അമെന്റ്മെന്റിന്റെ പേര് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് അമെന്റ്മെന്റ് റൂൾസ് 2023 എന്നാണ്.
ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ്ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് അമെന്റ്മെന്റ് റൂൾസ് 2023. ഇതാണ് അമെന്റ്മെന്റ്. ഏത് റൂളിൽ കൊണ്ടുവന്ന ഈ റൂൾ ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ് 2021. ഈ അമെന്റ്മെന്റ് പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോക്ക് ഒരു FCU സെറ്റപ്പ് ചെയ്യാൻ പറ്റും. FCU മീൻസ് ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ്. ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ഫേക്ക് ആണെന്ന് ഫ്ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 36 hours ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആ ഫേക്ക് കണ്ടന്റ് ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം ദെയർ പ്ലാറ്റ്ഫോം. അതർവൈസ് ദേ വിൽ ലൂസ് സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ. സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ എന്താണെന്നൊക്കെ നിങ്ങൾ ഇന്നലെ പറഞ്ഞായിരുന്നു. അതായത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ അതിന്റെ ഉത്തരവാദി ആ മീഡിയ പ്ലാറ്റ്ഫോം ആയിരിക്കില്ല. ഞാനാണ് പോസ്റ്റ് ചെയ്യുന്നത്, ഞാനായിരിക്കും. അപ്പൊ അങ്ങനെ പ്രൊട്ടക്ഷൻ ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിന് കിട്ടുന്നുണ്ട്. അതാണ് സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ. പക്ഷേ FCU ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് ഒരു കണ്ടന്റ് ഫേക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 36 hours ആ കണ്ടന്റ് അവർ റിമൂവ് ചെയ്തില്ലെങ്കിൽ ഈ സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ അവർക്ക് നഷ്ടപ്പെടും. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പോഴേ കോടതിയിൽ പോയി എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയും ചില പൊളിറ്റിക്കൽ സറ്റൈറിസ്റ്റുകളും ഒക്കെ, കുനാൽ കംറയൊക്കെ പോലുള്ള ആൾക്കാർ. അപ്പോൾ മുംബൈ ഹൈക്കോർട്ടിലാണ് ആദ്യം പോയത്. മുംബൈ ഹൈക്കോർട്ടിന്റെ വിധി ആദ്യം ടൈ ആയി പോയി. 2 ജഡ്ജിമാരെ ഉള്ളായിരുന്നു. ഒരാൾ ഗവൺമെന്റിന് അനുകൂലമായിട്ട് വിധിച്ചു, ഒരാൾ ഈ പെറ്റീഷനേഴ്സ് അനുകൂലമായിട്ട് വിധിച്ചു. അപ്പൊ ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പുതിയൊരു ജഡ്ജിയെ കൂടെ ബോംബെ ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് അപ്പോയിന്റ് ചെയ്തു. അപ്പം ആ പുതുതായിട്ട് വന്ന ജഡ്ജി പെറ്റീഷനേഴ്സിന് അനുകൂലമായിട്ട് വിധിച്ചു. അപ്പൊ 2-1 ഗവൺമെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വിധി വന്നു. 2 ജഡ്ജിമാരും പെറ്റീഷനേഴ്സിന് അനുകൂലമായിട്ട് വിധിച്ചത്. അതിന്റെ കാര്യം അവർ പറയുന്നത് വേറൊന്നുമല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ആർട്ടിക്കിൾ 19 അകത്ത് ഫണ്ടമെന്റൽ ഫ്രീഡംസ് ഉണ്ട്. ഈ ഫണ്ടമെന്റൽ ഫ്രീഡംസിന്റെ അകത്ത് 19(2) അകത്ത് ഫ്രീഡം ഓഫ് സ്പീച്ചും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും കൂടെ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് റീസണബിൾ റെസ്ട്രിക്ഷൻസ് വയ്ക്കാൻ പറ്റും. പക്ഷെ അതിന്റെ പർവ്യൂവിൽ വരുന്ന രീതിയിലല്ല സെൻട്രൽ ഗവൺമെന്റ് ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സോ ഇറ്റ് ഈസ് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ആർട്ടിക്കിൾ 19(2) ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ആന്റി കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ടാണ് അവരിത് സ്ട്രൈക്ക് ഡൗൺ. ഇനിയിപ്പോൾ സുപ്രീം കോടതി അപ്രോച്ച് ചെയ്യാൻ പറ്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക്. ഇത് ബോംബെ ഹൈക്കോർട്ടിന്റെ വിധിയാണ്. അപ്പൊ അതാണ് ഓക്കെ. പിന്നെ അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ ന്യൂസ് പേജുകളിൽ ഗുഡ് ബിഗിനിങ് സെയ്സ് ഇന്ത്യ ഓൺ UNSC റിഫോം ഡോക്യുമെന്റ്. യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിൽ അതാണ് UNSC, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. അതിൽ 15 മെമ്പേഴ്സ് ആണുള്ളത്. 15 മെമ്പേഴ്സ്. അതിൽ 5 മെമ്പേഴ്സ് പെർമനന്റ് ആണ്. 5 മെമ്പേഴ്സ് പെർമനന്റ് മെമ്പേഴ്സ്. അവർക്ക് എന്തുകൊണ്ട് വീറ്റോ പവർ ഉണ്ട്. ബാക്കി 10 മെമ്പേഴ്സ് നോൺ പെർമനന്റ് ആണ്. പക്ഷേ പ്രശ്നം ഈ 5 പെർമനന്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? USA, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന. ആഫ്രിക്കയിൽ നിന്ന് റെപ്രസെന്റേഷൻ ഉണ്ട്. ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഏതെങ്കിലും ആഫ്രിക്ക വരുന്നുണ്ടോ? USA, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന. ബ്രിട്ടനും ഫ്രാൻസും വേണമെങ്കിൽ ഒരു പരിധി വരെ റഷ്യയും യൂറോപ്യൻ രാജ്യമാണെന്ന് പറയാം. റഷ്യ കുറച്ച് ഏഷ്യയിലും ഉണ്ടെങ്കിലും US നോർത്ത് അമേരിക്കൻ രാജ്യം. പിന്നെയുള്ള ചൈന only one Asian representation. And the biggest joke is Europe is a continent having very small population as compared to other continents like Asia, Africa, etc. But that continent is having 3 representation in the name of Russia, France and Britain. But Africa is having no representation. South America, that means Latin America, Brazil, Argentina, like big nations are there and they are having no representation. Latin America, like South America. Asia is holding the maximum population of this planet Earth. മൊത്തം എർത്തിന്റെ എനിക്ക് തോന്നുന്നു 1/4 പോപ്പുലേഷൻ എങ്കിൽ ഏഷ്യയിലായിരിക്കും. But that Asia is having only one representation, that is China. അപ്പൊ ഇന്ത്യക്ക് അതിൽ റെപ്രസെന്റേഷൻ തീർച്ചയായിട്ടും അർഹതയുണ്ട്. വേൾഡിലെ ലാർജസ്റ്റ് ഡെമോക്രസി, the country having the maximum population in the world. Recently, India overtook China in the case of population. So, India is a natural claimant for this permanent UN Security Council membership. അപ്പം അത് പക്ഷേ അവർ എക്സ്പാൻഡ് ചെയ്താലേ നമുക്കത് കയറാൻ പറ്റൂ. ആഫ്രിക്കയ്ക്ക് കൊടുക്കണ്ടേ? സൗത്ത് ആഫ്രിക്കയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ കൺട്രിക്ക് ആഫ്രിക്കയ്ക്ക് റെപ്രസെന്റേഷൻ ഇല്ല. ലാറ്റിൻ അമേരിക്ക, അർജന്റീനയ്ക്കും പിന്നെ ബ്രസീലിനും ചിലിക്കും പെരാഗോയ്ക്കും ഒക്കെ അവർക്ക് ആർക്കും റെപ്രസെന്റേഷൻ ഇല്ല. അപ്പൊ അത്
UN സെക്യൂരിറ്റി കൗൺസിൽ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം വന്നിട്ടുണ്ട്. അത് UN സെക്യൂരിറ്റി കൗൺസിൽ അത് ഫേവറബിളി ഡിസ്കസ് ചെയ്യാമെന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം വിക്രം മിസ്രി, ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി, അതിനെ അപ്രീഷിയേറ്റ് ചെയ്തേക്കുന്നു. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആരെന്ന് അറിഞ്ഞിരിക്കുക, വിക്രം മിസ്രി. പിന്നെ അവിടെ വേറെ ന്യൂസ് ഉള്ളത്, സെന്റർ ടു ലോഞ്ച് ന്യൂ പ്രോജക്ട് ഓൺ അർബൻ പോവർട്ടി അലിവിയേഷൻ എന്നൊരു ന്യൂസ് ഉണ്ട്. അതിപ്പോ എഴുതണ്ട, ബിക്കോസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ് ഗോയിങ് ടു അനൗൺസ് അർബൻ പോവർട്ടി അലിവിയേഷൻ മിഷൻ ഓൺ October 1st. On October 1st, they will provide us all the details regarding that mission. Here, only just outline is there. There is no details regarding its name or how it is going to be implemented. Those kinds of details are not there. On October 1st, Government of India will publish those details, and the very next day, the Hindu or any other newspaper will publish the details regarding the same. അപ്പോൾ നമുക്കത് റിപ്പോർട്ട് ചെയ്ത് അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്താൽ മതി. എന്തായാലും അർബൻ പോവർട്ടി അലിവിയേഷൻ്റെ ഒരു സ്കീം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നടപ്പാക്കുന്നത് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രി ആയിരിക്കും. ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രി. പിന്നെ താഴോട്ട് വരുമ്പോ, ആർമി ടു റിസീവ് അപ്പാച്ചെ ചോപ്പേഴ്സ് ഇൻ ഡിസംബർ. ഇതൊന്നും അറിഞ്ഞിരിക്കുക. അപ്പാച്ചെ APACHE ഹെലികോപ്റ്റർ ആണ്. ഇതിന്റെ നിർമ്മാതാക്കൾ ബോയിങ് ആണ്. ബോയിങ് ഈസ് എ US കമ്പനി. ഇന്ത്യ ഈസ് പർച്ചേസിംഗ് 6 അപ്പാച്ചെ ഹെലികോപ്റ്റേഴ്സ് ഫ്രം ബോയിങ്. അതിന്റെ ഒരു ന്യൂസ് ആണ്. ഈ ബോയിങ്ങിൽ നിന്ന് വാങ്ങുന്ന ഹെലികോപ്റ്റേഴ്സ് അല്ലാതെ തന്നെ LCH എന്ന് പറഞ്ഞ വേറൊരു ഹെലികോപ്റ്റർ ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. LCH മീൻസ് ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ. അത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL ഇന്ത്യൻ. പിന്നെ നെക്സ്റ്റ് പേജ് ഫുള്ളി പൊളിറ്റിക്സ് ആണ്. ഫുൾ പൊളിറ്റിക്സ് ആണ് നെക്സ്റ്റ് പേജ്. ആ പേജ് നമുക്ക് വേണ്ട. അതിനടുത്ത പേജില് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഹാസ് നോട്ട് ഫോളൻ. ലേബർ സർവേ, അതൊന്നും അറിഞ്ഞിരിക്കുക. ലേബർ സർവേ എന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ നടത്തുന്ന ഒരു സർവേ ആണ് PLFS എന്ന് പറയുന്നത്. PLFSന്റെ എക്സ്പാൻഷൻ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ. PLFSന്റെ എക്സ്പാൻഷൻ ആണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ അനുസരിച്ച് ഇന്ത്യയിൽ എത്ര മെയിൽ ലേബർ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ഫീമെയിൽ ലേബർ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അർബൻ മേഖലയിൽ എത്ര ലേബർ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, റൂറൽ മേഖലയിൽ എത്ര പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അതെല്ലാം അറിയാൻ പറ്റും. അതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷന്റെ. അപ്പൊ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ വഴിയാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ തീരുമാനിക്കുന്നത്. അത് പറഞ്ഞിരിക്കണേ labor force participation rate, LFPR, labor force participation rate, that will be derived from periodic labor force survey. Periodic labor force survey എന്നാണ് ഡിറൈവ് ചെയ്യുന്ന ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. അപ്പൊ അതിലെ ഇന്ത്യയുടെ എംപ്ലോയ്മെന്റ് സിനാരിയോ അത്ര മികച്ചതൊന്നും അല്ലതാ പറയുന്നത്. എംപ്ലോയ്മെന്റ് കൂടിയിട്ടുണ്ട്. ഇപ്പം അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ആണെന്ന്. പക്ഷെ പ്രശ്നം ഈ എംപ്ലോയ്മെന്റ് കൂടുന്ന കൂടുതലും അഗ്രികൾച്ചർ മേഖലയിലാണ്. അഗ്രികൾച്ചർ മേഖലയിൽ പലരും അൺപെയ്ഡ് വർക്ക് ആയിരിക്കും ചെയ്യുന്നത്. എസ്പെഷ്യലി ഇപ്പം എനിക്കൊരു വയലുണ്ടെങ്കിൽ എന്റെ വയലില് കൃഷി ചെയ്യാൻ എനിക്ക് ജോലിയില്ല, എന്റെ ഭാര്യയ്ക്കൊന്നും ജോലിയില്ല, ചിലപ്പോൾ എന്റെ ഭാര്യ മക്കളും ഒക്കെ ഇറങ്ങും. അതെല്ലാം ഒരു ലേബറായിട്ട് കൂട്ടും. പക്ഷെ യഥാർത്ഥത്തിൽ അത് അൺപെയ്ഡ് ലേബർ അല്ലേ. അതാണ് ഈ അഗ്രികൾച്ചർ ലേബറിന്റെ പ്രശ്നം. അതൊക്കെ ഇത് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ MGNREGA സ്കീമിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. MGNREGA മീൻസ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. 100 days ഓഫ് വർക്ക് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള ആൾക്കാരെ കൊടുക്കാൻ വേണ്ടിയുള്ള സ്കീമാണ് MGNREGA, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അത് വെസ്റ്റ് ബംഗാളിൽ ഡ്യൂ ടു ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് വെസ്റ്റ് ബംഗാളിൽ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. പിന്നെ ഇസ്രായേൽ സീക്സ് 10,000 മോർ സ്കിൽഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് കൺസ്ട്രക്ഷൻ ജോബ് ചെയ്യാൻ ഇസ്രായേൽ, അവിടെ വാർ നടക്കുന്ന ഒരു രാജ്യമാണല്ലോ. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ വലിയ സാലറിയാണ്. പക്ഷെ ഏതാണ്ട് 1.5 lakhs പെർ മന്ത് സാലറി ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. ഞാൻ ഇപ്പൊ പറയുന്നില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇന്ത്യൻ റെയിൽവേയുടെ സിഗ്നലിംഗ് സിസ്റ്റം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ പ്രോജക്ട് ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവരുന്നു. ആ സ്കീമിന്റെ പേര് പ്രൈം എന്നാണ്. പ്ലാൻ ഫോർ റിലയബിലിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഇഫക്റ്റീവ്നെസ്. പ്രൈം എന്നുള്ള പേരിൽ ഇന്ത്യൻ റെയിൽവേയുടെ സിഗ്നലിംഗ് സിസ്റ്റം ബെറ്റർ ആക്കാൻ വേണ്ടി റെയിൽവേയുടെ സ്കീമാണ്, റെയിൽവേയുടെ പ്രോജക്റ്റ് ആണ്. അതിന്റെ പേര് പ്രൈം എന്നാണ്. പ്രൈമിന്റെ എക്സ്പാൻഷൻ പ്ലാൻ ഫോർ റിലയബിലിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് എഫക്റ്റീവ്നെസ്. പ്ലാൻ ഫോർ റിലയബിലിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് എഫക്റ്റീവ്നെസ്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ
GST ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസുകളുണ്ട്. CBICയുടെ റെഫറൻസ് ഉണ്ട്. CBIC എന്താണെന്ന് അറിഞ്ഞിരിക്കുക. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. GST കളക്ട് ചെയ്യുന്ന ഏജൻസി ഇവരാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ഇപ്പോൾ SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു മേഖലയാണ് ഈ CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. പിന്നെ S&P സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2024-25, അതായത് കറന്റ് ഫിനാൻഷ്യൽ ഇയർ 6.8% എന്ന് അവർ പറഞ്ഞേക്കുന്നു. ഫോർകാസ്റ്റ് ചെയ്തേക്കാണ്. ഇത് വർഷം നടക്കുന്നതേ ഉള്ളൂ, വർഷത്തിലെ പകുതി ആയതേ ഉള്ളൂ. ഈ വർഷം ഫുൾ ആകുമ്പോൾ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 6.8% ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, പിന്നെ DGFT എന്താണെന്ന് പറഞ്ഞിരിക്കുക. DGFT ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി, ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നവരാണ്. DGFT ആണ്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. പിന്നെ വേൾഡ് പേജിൽ ലെബനനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്കിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ താഴോട്ട് വരുമ്പം ഇതൊന്ന് പഠിക്കണം. ശ്രീലങ്കയുടെ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ ശ്രീലങ്കയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ്. ശ്രീലങ്കയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ വുമൻ ആണ് ഹരിണി അമരസൂര്യ. ഹരിണി അമരസൂര്യ. ഹരിണി അമരസൂര്യ. ഇത് ഒറ്റ വാക്കാണ്, ഞാനിപ്പോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നെങ്കിലും അമരസൂര്യ എന്നുള്ള ഒറ്റ വേർഡാണ്. പിന്നെ നെക്സ്റ്റ് പേജിലെ എല്ലാ ദിവസത്തെയും പോലെ നമ്മളുടെ ചെസ് ഒളിമ്പ്യാഡിലെ വിജയത്തിനെ കുറിച്ച് ഗുകേഷുമായിട്ടും ഒക്കെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും. ഇന്റർവ്യൂ അല്ല, ഒരു ആർട്ടിക്കിൾ ഒക്കെ ഉണ്ട്. പിന്നെ ഇന്ത്യയുടെ വിമൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ സ്റ്റേറ്റ്മെന്റ് കാണാം. ഹർമൻപ്രീത് കൗർ ഇന്ത്യയുടെ വിമൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ. വിമൻ T20 വേൾഡ് കപ്പ് നടക്കാൻ പോയാണ് UAE-യിൽ വെച്ച്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വെച്ചാണ് അടുത്ത വിമൻ T20 വേൾഡ് കപ്പ്. അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.